Hello everyone, welcome to ATC, a teaching capsule. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സൈക്കോളജിസ്റ്റ് ആൻഡ് ദർ ഫൈൻഡിങ്സ്. അതായത് ഓരോ സൈക്കോളജിസ്റ്റും അവർ കണ്ടുപിടിച്ച കണ്ടുപിടുത്തങ്ങളെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കേട്ടിട്ട് എല്ലാ കാറ്റഗറിക്കാർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. അതേപോലെ സെറ്റ് എക്സാം എഴുതുന്നുണ്ടെങ്കിലും അതേപോലെ CTET എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് ഇത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ സൈക്കോളജിസ്റ്റ് ആൻഡ് ദർ ഫൈൻഡിങ്സിനെ കുറിച്ചാണ് പറയുന്നത്. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പറയാനുള്ളതാണ് സൈക്കോസെക്ച്വൽ ഡെവലപ്മെൻറ്റ്. സൈക്കോസെക്ച്വൽ ഡെവലപ്മെൻറ്റ് പുട്ട് ഫോർവേഡ് ചെയ്ത സൈക്കോളജിസ്റ്റാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. പിന്നെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എറിക്സൺ, മോറൽ ഡെവലപ്മെൻറ്റ് കോൾബർഗ്, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് നോം ചോംസ്കി. ഇനി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിന് വൈഗോട്സ്കി, ട്രാൻസാക്ഷണൽ അനാലിസിസ് എറിക് ബേർണെ. ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ 3 ഇമ്പോർട്ടൻ്റ് സൈക്കോളജിസ്റ്റാണുള്ളത്: റിച്ചാർഡ് ബാൻലോ, ജോൺ ഗ്രൈൻഡർ, ആൽഫ്രഡ്. ഇനി അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ പുട്ട് ഫോർവേഡ് ചെയ്തത്, അതായത് തിയറി ഓഫ് അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ള സയൻറ്റിസ്റ്റാണ് MC ക്ലില്ലാൻഡ്. ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ഗാഗ്നൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷനാണ്. സോഷ്യൽ ലേണിംഗ് തിയറി ബന്ദൂര. കേർവ് ഓഫ് ഫോർഗറ്റിംഗ് എബിംഗസിൻ്റെ കേർവാണ് ഫോർഗറ്റിങ്ങിൽ ഫേമസ് ആയിട്ടുള്ളത്. ഇനി മൾട്ടി സ്റ്റേജ് മോഡൽ ഓഫ് മെമ്മറി പുട്ട് ഫോർവേഡ് ചെയ്തത് 2 സൈക്കോളജിസ്റ്റാണ്, റിച്ചാർഡ് അക്കിൻസണും റിച്ചാർഡ് ഷിഫ്രിനും. സോഷ്യോമെട്രി മൊറീനോൻ്റെ കോൺട്രിബ്യൂഷനാണ്. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് പിയാഷെയാണ്. അടുത്തത് നമുക്ക് പേഴ്സണാലിറ്റി സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ട് ഫോർവേഡ് ചെയ്ത തിയറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ തിയറീസ് ടു സ്റ്റഡി പേഴ്സണാലിറ്റി. ഇപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ട്രൈറ്റ് അപ്രോച്ച്. ഇപ്പോൾ ട്രൈറ്റ് അപ്രോച്ചിൽ 3 ഇമ്പോർട്ടൻറ്റ് സൈക്കോളജിസ്റ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ് ആണ് ഉള്ളത്. ഒന്നാണ് ആൽപോർട്ട്. ആൽപോർട്ടിൻ്റെ തിയറിയാണ് തിയറി ഓഫ് പേഴ്സണൽ ഡിസ്പോസിഷൻ. രണ്ടാമത്തേതാണ് കേറ്റൽ. കേറ്റലിൻ്റെ തിയറിയാണ് തിയറി ഓഫ് സർഫേസ് ആൻഡ് സോസ്ട്രേറ്റ്. മൂന്നാമത്തേതാണ് ഐസെങ്ക്. ഐസെങ്കിൻ്റെ തിയറിയാണ് തിയറി ഓഫ് 3 ബേസിക് ഡയമെൻഷൻ. അങ്ങനെ ഈ 3 സൈക്കോളജിസ്റ്റാണ് ട്രൈറ്റ് അപ്രോച്ചിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അടുത്തതാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. അപ്പോൾ സൈക്കോ അനലിറ്റിക് അപ്രോച്ചാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ തിയറിയാണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. അപ്പോൾ ട്രൈറ്റ് അപ്രോച്ചിൽ ആൽപോർട്ട്, കേറ്റൽ, ഐസെങ്ക്. സൈക്കോ അനലിറ്റിക് അപ്രോച്ചിലാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. അടുത്തത് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്നതാണ് അബ്രഹാം മാസ്ലോയുടെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി. അതേപോലെ രണ്ടാമത്തേതാണ് കാൾ റോജറിൻ്റെ സെൽഫ് തിയറി. ഇത് രണ്ടുമാണ് ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്നത്. അപ്പോൾ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന 2 സൈക്കോളജിസ്റ്റാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസ്ലോവും കാൾ റോജറും. അടുത്തതായി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിൻ ലൈനിൽ പറയാനുള്ളത് 4 പ്രൊജക്റ്റീവ് ടെക്നിക്സ് ആണ്. റൊഷാക്ക് ഇംഗ്ബ്ലോക്ക് ടെസ്റ്റ്. ഇത് ഹെർമൻ റൊഷാക്ക് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. രണ്ടാമതാണ് തീമാറ്റിക് അപ്പെർസെപ്ഷൻ ടെസ്റ്റ്. മോർഗൻ ആൻഡ് മുറെ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ എന്ന് പറയുന്നത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് C.G. ജങ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ഡെവലപ്പ് ചെയ്തതാണ്. ഫോർത്ത് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് വൺ എന്ന് പറയുന്നത് ചിൽഡ്രൻ അപ്പെർസെപ്ഷൻ ടെസ്റ്റാണ്. ലിയോപാർഡ് ബെല്ലാക്ക് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇൻ്റലിജൻസിനെ കുറിച്ച് നോക്കാം. അതായത് ഇമ്പോർട്ടൻറ്റ് ഇൻ്റലിജൻസ് തിയറിയും ഇൻ്റലിജൻറ്റ് കോഎഫിഷ്യൻറ്റും അതൊക്കെ ആരൊക്കെയാണ് പുട്ട് ഫോർവേഡ് ചെയ്തതെന്ന് നോക്കാം. ഫസ്റ്റ് വണ്ണാണ് മൾട്ടി ഫാക്ടർ തിയറി, അല്ലെങ്കിൽ നമ്മൾ അതിനെ
അനാർക്കിക് തിയറി എന്നും കൂടി പറയാറുണ്ട്. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തതാണ് തൊണ്ടേക്ക്. തൊണ്ടേക്കാണ് മൾട്ടി ഫാക്ടർ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. രണ്ടാമത്തേതാണ് സ്പിയർമാൻ്റെ 2 ഫാക്ടർ തിയറി. മൂന്നാമത്തേത് തേഴ്സ്റ്റോണിൻ്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറിയാണ്. നാലാമത്തേത് ഗിൽഫോർഡിൻ്റെ മോഡൽ ഓഫ് സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് ആണ്. SOI മോഡൽ നമ്മൾ ഷോർട്ട് ഫോമിൽ പറയാറുണ്ട്. പിന്നെയുള്ളതാണ് ഹൊവാർഡ് ഗാർഡനറിൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റാണ് ഉള്ളത്. ഒന്ന് ജോൺ മേയോ, പീറ്റർ സാറ്റ്ലി, ഡാനിയൽ ഗോൾമാൻ. ഈ 3 സൈക്കോളജിസ്റ്റും ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആദ്യമായിട്ട് പുട്ട് ഫോർവേഡ് ചെയ്തത് വില്യം സ്റ്റേൺ ആണ്. അതേപോലെ ഇൻ്റലിജൻസ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ആൽഫ്രഡ് ബൈനെറ്റ്. ഇനി ഇൻ്റലിജൻസിൻ്റെ ട്രയാർക്കിക് തിയറിയാണ് റോബർട്ട് സ്റ്റേൺബർഗ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി നമുക്ക് ബിഹേവിയറിസ്റ്റ് വ്യൂസ് അബൌട്ട് ലേണിങ്ങിനെ കുറിച്ച് ബിഹേവിയറിസ്റ്റുകളുടെ വ്യൂസ്, അതായത് ഇമ്പോർട്ടൻറ്റ് ബിഹേവിയറിസ്റ്റിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പറയാനുള്ളതാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ടുള്ളത് പാവ്ലോവ് ആണ്. ട്രയൽ ആൻഡ് എറർ തിയറി തൊണ്ടേക്കിൻ്റെയാണ്. അപ്പറൻറ്റ് കണ്ടീഷൻ സ്കിന്നറിൻ്റെയാണ്. ഇവർ 3 ആളും ബിഹേവിയറിസ്റ്റായിരുന്നു. ഇനി കൺസ്ട്രക്റ്റിവിസ്റ്റിനെ കുറിച്ച് നോക്കാം. ലേണിങ്ങിൻ്റെ തിയറീസ്, അതായത് കൺസ്ട്രക്റ്റിവിസ്റ്റ് വ്യൂസ് അബൌട്ട് ലേണിംഗ്. കൺസ്ട്രക്റ്റിവിസ്റ്റുകാർ ഏതൊക്കെ തിയറീസാണ് പുട്ട് ഫോർവേഡ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റിവിസ്റ്റിൻ്റെ സൈക്കോളജിസ്റ്റിൻ്റെ പേരും കൂടി ഓർമ്മിച്ച് വെക്കുക. ഫസ്റ്റ് വണ്ണാണ് പിയാഷെയുടെ ജെനറ്റിക് എപ്പിസ്റ്റമോളജി, ബ്രൂണറുടെ ഡിസ്കവറി ലേണിംഗ്, ഔസ്ബെല്ലിൻ്റെ റിസപ്ഷൻ ലേണിംഗ് അല്ലെങ്കിൽ മീനിങ് ഫുൾ വേർബൽ ലേണിംഗ്, വൈഗോട്സ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ ഇവർ 4 ആളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റിവിസ്റ്റുകാരാണ്. അടുത്തത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടീച്ചിങ്ങിലുള്ള മോഡൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് മോഡൽസ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് ബ്രൂണറുടെ കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ, റിച്ചാർഡ് സുച്ച്മാൻ്റെ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ, ഔസ്ബെലിൻ്റെ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ, പിയാഷെ കോൾബർ സീഗലിൻ്റെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ. അതേപോലെ ബെഞ്ചമിൻ എസ് ബ്ലൂമിൻ്റെയാണ് മാസ്റ്ററി ലേണിംഗ് മോഡൽ. ജോസഫ് ഷാബിൻ്റെയാണ് സയൻറ്റിഫിക് ഇൻക്വയറി മോഡൽ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മോഡൽസ് ഓഫ് ടീച്ചിങ് ആണ് ഇത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആരാണ്, ഏത് സൈക്കോളജിസ്റ്റ് എന്താണ് പുട്ട് ഫോർവേഡ് ചെയ്തതെന്ന് പഠിച്ചാൽ തന്നെ നമുക്ക് കേടെറ്റ് സെറ്റ് പോലെയുള്ള എക്സാമുകൾക്ക് നല്ല മാർക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ നമുക്ക് പ്രീവിയസ് ഇയറിൽ കേടെറ്റിലും സെറ്റിലൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അതും കൂടി നോക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതെന്നും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫാദർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? അപ്പോൾ നമുക്കറിയാം കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് പിയാഷെ ആയിരുന്നു. അപ്പോൾ പിയാഷെ ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. പിയാഷെ ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ദ തിയറിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അതായത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രൂണർ ആണോ, ഔസ്ബെൽ ആണോ, പിയാഷെ ആണോ, വൈഗോട്സ്കി ആണോ? അപ്പോൾ നമുക്കറിയാം ബ്രൂണർ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളതാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ബ്രൂണറുടേതാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഔസ്ബെലിൻ്റെത് അഡ്വാൻസ് ഓർഗനൈസർ മോഡലായിരുന്നു. അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ. പിയാഷെയുടേത്
കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡലായിരുന്നു. കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് മോഡൽ. വൈഗോട്സ്കിയുടേത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആയിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബ്രൂണറാണ് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അടുത്തത് ഒരു ക്വസ്റ്റ്യൻ ആണ്, കോൾബർഗ് പ്രൊപ്പോസ്ഡ് എ സ്റ്റേജ് തിയറി ഓഫ്, അതായത് കോൾബർഗ് ഏത് തിയറിയാണ് പ്രൊപ്പോസ് ചെയ്തിട്ടുള്ളത്? സോഷ്യൽ ഡെവലപ്മെൻറ്റ് തിയറി, സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, മോറൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഏതാണ് കറക്റ്റ് ആൻസർ എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കിയുടേതാണ്. രണ്ടാമത്തേതാണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഫുഡ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് എറിക്സൺ ആണ്. മൂന്നാമത്തേത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ് പിയാഷെയുടെ കോൺട്രിബ്യൂഷനാണ്. മോറൽ ഡെവലപ്മെൻ്റ് ആണ് കോൾബർഗ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ കോൾബർഗ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് മോറൽ ഡെവലപ്മെൻറ്റ്, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ നെയിം വില്യം സ്റ്റേൺ ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത്, അതായത് വില്യം സ്റ്റേൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. ഇമോഷണൽ കോഷ്യൻ്റ് അല്ലെങ്കിൽ ഇമോഷണൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ജോൺ മേയറും അതേപോലെ പീറ്റർ സാറ്റ്ലിയും ഒക്കെ ആയിരുന്നു, ഗോൾഡ്മാൻ, ഇവരൊക്കെ ആയിരുന്നു ഇമോഷണൽ കോഷ്യൻ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. ഇനി മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഹൊവാർഡ് ഗാർഡ്നറുടെ കോൺട്രിബ്യൂഷനാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് ടെസ്റ്റ് ഫസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ആൽഫ്രഡ് ബൈനെറ്റ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ ആൽഫ്രഡ് ബൈനെറ്റ് ആണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇൻ്റലിജൻസ് കോഷ്യൻ്റ് ആണ് വില്യം സ്റ്റേൺ. അപ്പോൾ വില്യം സ്റ്റേൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഇൻ്റലിജൻസ് കോഷ്യൻ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഹൂ അമംഗ് ദ ഫോളോയിങ് ഈസ് എ ബിഹേവിയറിസ്റ്റ്? അപ്പോൾ നമുക്ക് ബിഹേവിയറിസ്റ്റ് ആരൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം ഇതിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാദ്യം. പിയാഷെ, ജീൻ പിയാഷെ, റോബർട്ട് എം ഗാഗ്നെ, എഡ്വിൻ ഗുത്രി, ലെവ് വൈഗോട്സ്കി. ഇവർ 4 പേരാണ് ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ഇതിൽ വൈഗോട്സ്കിയും പിയാഷെയും കൺസ്ട്രക്റ്റിവിസ്റ്റുകാരായിരുന്നു. നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസ്ട്രക്റ്റിവിസ്റ്റുകാരാണെന്ന്. അതേപോലെ ഗാഗ്നെ എന്ന് പറയുന്നത് സൈക്കോളജിസ്റ്റ്, ബിഹേവിയറിസ്റ്റിനെയും കൺസ്ട്രക്റ്റിവിസ്റ്റിൻ്റെയും ഇടയിൽ വരുന്നൊരു സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹം ബിഹേവിയറിസ്റ്റിനെയും കൺസ്ട്രക്റ്റീവിനെയും റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷൻ റിമൈനിങ് എന്ന് പറയുന്നത് എഡ്വിൻ ഗൂത്രി ആണ്. അപ്പോൾ ബിഹേവിയറിസ്റ്റ് എന്ന് പറയുന്നത് എഡ്വിൻ ഗൂത്രി ആണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ട്രയാർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ, അതായത് ഇൻ്റലിജൻസിൻ്റെ ഒരു തിയറിയാണ് ട്രയാർക്കിക് തിയറി. ഈ തിയറി ആരാണ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ചാൾസ് പ്യൂർമാൻ. അപ്പോൾ ചാൾസ് പ്യൂർമാനെ കൊണ്ടുവന്ന ഇൻ്റലിജൻസ് തിയറി എന്ന് പറയുന്നത് 2 ഫാക്ടർ തിയറി ആയിരുന്നു. ഹൊവാർഡ് ഗാർഡ്നറുടെ തിയറിയാണ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ്. ഇനി തൊണ്ടേക്കിൻ്റെ തിയറിയാണ് മൾട്ടി ഫാക്ടർ തിയറി. റോബർട്ട് സ്റ്റേൺബർഗ് ആണ് എന്ത് പ്രപ്പോസ് ചെയ്തത്? ട്രൈആർക്കിക് തിയറി ഓഫ് ഇൻ്റലിജൻസ് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, റോബർട്ട് സ്റ്റേൺബർഗ്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സെലക്ട് ദ പെയർ വിച്ച് ഈസ് റോങ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് തെറ്റ് കണ്ടുപിടിക്കാനാണ്. ശരിയല്ല കണ്ടുപിടിക്കേണ്ടത്, തെറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ടൈപ്പ് അപ്രോച്ച് ആൽപോർട്ട്, സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഫ്രോയിഡ്, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കാൾ റോജർ, ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച് സ്കിന്നർ. ഇതാണ് ഓപ്ഷൻ. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ടൈപ്പ് അപ്രോച്ച്. ടൈപ്പ് അപ്രോച്ച് ആൽപോർട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ആൽപോർട്ട് ടൈപ്പ് അപ്രോച്ച് അല്ല, പകരം റൈറ്റ് അപ്രോച്ച് ആണെന്ന്. അപ്പോൾ റൈറ്റ് അപ്രോച്ചിൽ വരുന്ന ആൽപോർട്ട്, അതേപോലെ കെയ്റ്റൽ, ഐസെൻകൊക്കെ റൈറ്റ് അപ്രോച്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. രണ്ടാമത്തത് സൈക്കോ അനലിറ്റിക് അപ്രോച്ച്. സൈക്കോ അനലിറ്റിക് അപ്രോച്ച് ഫ്രോയിഡ് കറക്റ്റ് ആയിട്ടുള്ള ആൻസറാണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് കാൾ റോജർ, അതും കറക്റ്റാണ്. ഹ്യൂമനിസ്റ്റിക് അപ്രോച്ചിൽ വരുന്ന വേറൊരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു മാസ്ലോ. ലാസ്റ്റ് ഓപ്ഷനാണ് ബിഹേവിയറിസ്റ്റിക് അപ്രോച്ച്. അപ്പം ബിഹേവിയറിസ്റ്റ് അപ്രോച്ചിൽ സ്കിന്നറാണ് കൊടുത്തിട്ടുള്ളത്, അതും കറക്റ്റാണ്. ബിഹേവിയറിസ്റ്റിക് അപ്രോച്ചിൽ വരുന്നതാണ് പാവ്ലോവും അതേപോലെ തൊണ്ടേക്കൊക്കെ. അപ്പോൾ ഇവിടെയുള്ള കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. കാരണം തെറ്റ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ടൈപ്പ് അപ്രോച്ച് അല്ല ആൽപോർട്ടിൻ്റെത്, പകരം റൈറ്റ് അപ്രോച്ച് ആണ്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് കറക്റ്റ് പെയറിങ്. ഇതും തെറ്റായത് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നോട്ട് എ കറക്റ്റ് പെയറിങ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഡിസ്കവറി ലേണിംഗ് ജെറോം എസ് ബ്രൂണോ, മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് ഡേവിഡ് ഓസ്ബെൽ, ഒബ്സർവേഷണൽ ലേണിംഗ് BF സ്കിന്നർ, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് EL തൊണ്ടേക്ക്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലെ കറക്റ്റ് ആൻസർ ഏതാണ്. ഇപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിസ്കവറി ലേണിംഗ് ജെറോം എസ് ബ്രൂണോ. ഇത് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനാണ്. രണ്ടാമത്തേതാണ് മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ്. നമുക്കറിയാം മീനിങ്ഫുൾ റിസപ്ഷൻ ലേണിംഗ് ഓസ്ബെലാണ് ഫുഡ് ഫോർവേഡ് ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തേത് ഒബ്സർവേഷണൽ ലേണിംഗ്. ഒബ്സർവേഷണൽ ലേണിംഗ് BF സ്കിന്നർ എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻ ഡിയും കൂടി നോക്കാം. ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് തൊണ്ടേക്കാണ് ഫുഡ് ഫോർവേഡ് ചെയ്തതെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു ഒബ്സർവേഷണൽ ലേണിംഗ് ആരാണ് ഫുഡ് ഫോർവേഡ് ചെയ്തതെന്ന്. പക്ഷേ നമുക്ക് ഈ 3 ഓപ്ഷൻ കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഓപ്ഷനാണ് തെറ്റെന്ന് നമുക്ക് ഇതിൽ നിന്ന് പറയാം. അപ്പോൾ ഒബ്സർവേഷൻ ലേണിംഗ് പുട്ട് ഫോർവേഡ് ചെയ്തിട്ടുള്ളത് ആൽബർട്ട് ബന്ദൂരിയാണ്. അപ്പം നമുക്ക് ഓരോ ഓപ്ഷൻ അറിയില്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ ഒഴിവാക്കിക്കൊണ്ട് ആൻസർ കണ്ടുപിടിക്കാമെന്നും കൂടി പഠിക്കാവുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ദ ഐഡിയ ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഈസ് റിലേറ്റഡ്. അതായത് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുമായിട്ട് റിലേറ്റഡ് ആയിട്ടാണ് ഉള്ളത്. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഓപ്ഷൻസ് ചോംസ്കി, വൈഗോട്സ്കി, ബ്രൂണർ, കോൺറാഡ് ലോറൻസ്. ഇവർ 4 സൈക്കോളജിസ്റ്റിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈഗോട്സ്കി ആണെന്ന്. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി വൈഗോട്സ്കി. അപ്പോൾ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഈസ് റിലേറ്റഡ് വിത്ത് വൈഗോട്സ്കി. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. ഇതേപോലെയുള്ള കൂടുതൽ വീഡിയോസ് ഇനിയും വരുന്നതാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇതിലെ ഓരോ സൈക്കോളജിസ്റ്റിനെ കുറിച്ചിട്ടും അവർ പുട്ട് ഫോർവേഡ് തിയറീനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നതാണ്. So that's all for today. Thank you everyone.